കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ചരിത്രത്തിൽ ഏറ്റവും വലിയ മാറ്റമാണ്. വയറ്റിൽ കത്രിക കുടുങ്ങിയതിൽ വിചിത്ര ന്യായീകരണവുമായി ഡോക്ടർ ലളിതാംബിക. ഇത് വയറ്റിലുള്ളതുകൊണ്ട് ഒന്നും അറിയത്തില്ല. ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് വെച്ചതും ആകാം, ഇപ്പൊ വെച്ചതാന്നുള്ളതിന് ഒരു തെളിവ് എനിക്കറിയാൻ പാടില്ല. ഞാൻ മരുന്ന് ഒഴിക്കേണ്ടതാണ്. ഞാൻ പോണ്, ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. ഇനിയിപ്പോ എല്ലാ കെമിക്കൽ ടെസ്റ്റ് കൊണ്ട് ഇൻസ്ട്രുമെന്റ് പഴക്കം കണ്ടുപിടിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്യേണ്ടി വരും. അത് നല്ല വിചാരമായിപ്പോയി. അപ്പൊ ഇപ്പൊ യൂറിനറി സ്റ്റോണിന്റെ സിംറ്റം ആണ്, അല്ലാതെ ഇത് മസ്കിറ്റോയുടെ സിംറ്റം അല്ല, അത് അറിയത്തില്ല. അണ്ടർവെയറിന് കടുങ്കെട്ട് വീണതുപോലെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ. ഈ പ്രതിസന്ധി കനകാമ്പരനെ തരണം ചെയ്തേ പറ്റൂ. ഞാന് ഈ വ്യക്തിയുടെ മകനുമായിട്ട് സംസാരിച്ചിരുന്നു. ശ്രീമതി ഉഷ ജോസഫിന്റെ മകനുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ഓ, എന്തൊരു കാരുണ്യ മായാവതി. ഇല്ല, ആരും അങ്ങനെ ബന്ധപ്പെട്ടൊന്നുമില്ല. അപ്പൊ വിവരങ്ങൾ ഞാൻ നേരിട്ട് ചോദിച്ചറിഞ്ഞു. ഇതൊക്കെ ആ ആരോഗ്യ പ്രവർത്തകർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുക. ഇങ്ങനെ ഉണ്ടാകുന്ന വീഴ്ചകൾ ഇൻഡിവിജ്വൽസിന് ഉണ്ടാകുന്ന വീഴ്ചയാണ്. സംശയമൊന്നുമില്ലല്ലേ? ഒരു ബോർഡ് വെച്ച് എത്ര ഇൻസ്ട്രുമെന്റ് ഉണ്ടെന്ന് ഫ്ലോർ നേഴ്സ് എഴുതണം. അങ്ങനെ ഒരു ഫ്ലോർ നേഴ്സ് എന്നൊരു തസ്തിക നമ്മുടെ ഒരു തിയേറ്ററിൽ ഇല്ല, ഗവൺമെന്റ് സെറ്റപ്പിൽ. തിരുവനന്തപുരത്തെ കാർഡിയോളജിയിൽ 200 പേര് നോക്കാനുള്ള സൗകര്യം പോലും ഇല്ല. മെഡിക്കൽ കോളേജിൽ അവിടെ 700 പേരെ വരുന്നത്, 2-3 ഡോക്ടർമാരെ കാണുള്ളൂ. വേഗം പോണം, അത് നിങ്ങളുടെ ദുസ്വപ്നമാണ്. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടായിട്ട് കാണുന്നു. അപ്പൊ ഇതെല്ലാം വ്യക്തികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണല്ലോ. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ചരിത്രത്തിൽ ഏറ്റവും വലിയ മാറ്റമാണ്. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല.